നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ജന്മനാട്ടിലേക്കുള്ള അന്ത്യയാത്രയ്ക്കൊരുങ്ങി അർജുൻ. കണ്ണാടിക്കലിലേക്ക് മടങ്ങുന്നത് കർണാടക സർക്കാരിന്റെ പൂർണ്ണ ചെലവിൽ. DNA പരിശോധനാ ഫലം ഉച്ചയോടെ ലഭിച്ചേക്കും. ആംബുലൻസിന് വഴിയൊരുക്കാൻ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും. കടുത്ത നിലപാടിലുറച്ച PV അൻവർ. MLA സ്ഥാനം നിലനിർത്തി പോരാട്ടം തുടരാൻ തീരുമാനം. അൻവറിനെ തള്ളി LDF. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അൻവറിനെ വിമർശിച്ചും പിന്തുണച്ചും ഫ്ലക്സ് ബോർഡുകൾ. തുടർ നീക്കങ്ങൾ കാത്ത് രാഷ്ട്രീയ കേരളം. അൻവറിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. ഒപ്പം നിർത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്തേക്കുമെന്ന ഒരു വിഭാഗം. നീക്കം മനസ്സിലാക്കാതെ ക്ഷണിക്കേണ്ടെന്ന് മറുവിഭാഗം. ലീഗിലേക്ക് സ്വാഗതം ചെയ്യേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്ന് PMA സലാം. നാലാം ദിനവും സിദ്ദിഖ് ഒളിവിൽ തന്നെ. അന്വേഷണം തുടർന്ന് പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം. തൃശൂരിൽ വൻ ATM കവർച്ച. 3 സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം കൊള്ളയടിച്ചു. മോഷണം നടത്തിയത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച്. സമീപ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. ലബനനിൽ കരയുദ്ധത്തിന് തയ്യാറെടുത്ത് ഇസ്രയേൽ. വ്യോമാക്രമണത്തിൽ മരണം 800 പിന്നിട്ടു. ലബനനിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. ഉടൻ തന്നെ രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി. വിശദമായി വാർത്തകളിലേക്ക് കടക്കുകയാണ്. ജന്മനാടായ കണ്ണാടിക്കലിലേക്ക് മടങ്ങാൻ ഒരുങ്ങി അർജുൻ. DNA പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടെ ലഭിച്ചേക്കും. കർണാടക സർക്കാരിന്റെ പൂർണ്ണ ചെലവിലായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക. SP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ആംബുലൻസിനെ അനുഗമിക്കും. ആംബുലൻസിന് വഴിയൊരുക്കാൻ വിവിധയിടങ്ങളിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ഉണ്ടാകും. നാളെ രാവിലെയോടെ മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. KV ബൈജുവും MS അനീഷ് കുമാറും ചേരും. ആദ്യം KV ബൈജുവിലേക്ക് പോവുകയാണ്. ബൈജു, കണ്ണീർ കാഴ്ചകളല്ലാതെ മറ്റൊന്നും നമുക്ക് ശിരൂരിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനില്ല എന്നുള്ളത് അറിയാം. എങ്ങനെയാണ് അവിടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? നാളെ രാവിലത്തേക്ക് മാത്രമേ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള അത് ഒരു തീരുമാനമായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം DNA പരിശോധനാ ഫലം തന്നെയാണ്. ആ DNA പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ലഭിക്കൂ എന്നാണ് നമുക്ക് അറിയാവുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കണ്ണാടിക്കലിലേക്ക് അർജുനെ കൊണ്ടുപോകും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ജില്ലാ ഭരണകൂടം നടത്തി കഴിഞ്ഞു. ഏതായാലും നമുക്ക് ഇത് സംബന്ധിച്ച് കുടുംബത്തിന്റെ തന്നെ കാര്യങ്ങൾ അറിയാം, അവരിൽ നിന്ന് തന്നെ അറിയാം. ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ, നമുക്കിപ്പോൾ ഏത് രീതിയിലാണ് വിവരം ലഭിക്കുന്നത്? DNA പരിശോധനാ ഫലം എപ്പോഴത്തേക്ക് എത്താൻ പറ്റും? നാട്ടിലേക്ക് എപ്പോഴാണ് മടങ്ങുക? ഇന്ന് വൈകിട്ടോടെ ലഭിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. അങ്ങനെയാണ് പങ്കുവച്ചത്. അതും ഉറപ്പായിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നെ പെട്ടെന്നുള്ള നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടെ അല്ല രാത്രിയോടെ കണ്ണാടിക്കിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത് നമുക്ക് ഔദ്യോഗികമായിട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ലഭിച്ചേക്കാമെന്നുള്ളൊരു സൂചന മാത്രമാണ് തന്നത്. അതിൽ ഔദ്യോഗികമായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേറെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു പ്രതീക്ഷ ഇന്ന് വൈകിട്ടോടുകൂടി DNA പരിശോധനാ ഫലം ലഭിക്കുകയാണെങ്കിൽ നടപടിക്രമങ്ങൾക്ക് വലിയ താമസം ഉണ്ടാകുമോ? നാളെ രാവിലെ തന്നെ മറ്റ് അവിടെ എത്തുന്ന രീതിയിലായിരിക്കും. അങ്ങനെയെങ്കിൽ നാളെ രാവിലത്തോടെ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നാളെ രാവിലെയോടെ ഉച്ചയോടെ എത്തിക്കാനും സാധ്യമാകുന്നത് തന്നെയാണ് കരുതുന്നത്. ഇന്ന് വൈകിട്ടോടെ കിട്ടിക്കഴിഞ്ഞാലും പിന്നീട് ഇവിടുത്തെ നടപടിക്രമങ്ങൾ അവർ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള എല്ലാ സാഹചര്യവും നിലവിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അർജുന്റെ കുറേ വസ്തുക്കൾ നമുക്ക് ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കളിപ്പാട്ടം, അത് നമ്മൾ ഇന്നലെയൊക്കെ വാർത്ത നൽകിയതാണ്. അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളൊക്കെ അതൊക്കെ നമ്മൾ കണ്ണാടിക്കലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കൈമാറിയോ എന്താണ്? കുറച്ച് സാധനങ്ങൾ കൈമാറിയിട്ടില്ല. മൊബൈൽ ഫോൺ, ഡ്രസ്സുകളൊക്കെ നമ്മുടെ തന്നെ ഉണ്ട്. മൊബൈൽ ഫോണെല്ലാം ഇനി അവർ കൈമാറാണ്ട്. അത് പ്രാഥമിക നടപടികൾക്ക് വേണ്ടിയിട്ട് അവർ മേടിച്ചു വെച്ചതാണ്. പിന്നുള്ളത് കുറച്ച് സാവൻ്റെ ഉപയോഗിച്ച പാത്രങ്ങൾ, അതെല്ലാം അവിടെ ഉണ്ട്. അതെല്ലാം നമുക്ക് പോകുന്ന സമയത്ത് അവർ നമ്മളെ കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
ഇവിടുന്നുള്ള യാത്ര, ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, അതൊക്കെ ഏത് രീതിയിലാണെന്ന കാര്യത്തിൽ കർണാടക സർക്കാർ സംസാരിച്ചിട്ടുണ്ട്? അത് MLA ആണെങ്കിൽ SP ആണെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ തന്നെ അത് കർണാടക ഗവൺമെന്റ് ആയിരിക്കും അത് പൂർണ്ണമായിട്ടും അതിന്റെ ചുമതല വഹിക്കുക എന്നാണ് അറിയിച്ചത്. അതുപോലെ തന്നെ SP കാർവാർ MLA ഉൾപ്പെടെ അനുഗമിക്കും, ആംബുലൻസിനെ അനുഗമിക്കും, അവർ കൂടി കണ്ണാടിക്കലിലേക്ക് എത്തുമെന്നാണ് നേരത്തെ പറഞ്ഞത്. അത് രീതിയിൽ തന്നെയാണ്. MLA എന്തായാലും ഉണ്ടാവും. SP-യുടെ ഇതിൽ എനിക്ക് ക്ലാരിഫൈ ഇല്ല ഉണ്ടാകുമോ എന്നുള്ളത്. അദ്ദേഹം വരുന്നുണ്ട്, അപ്പൊ ഈ സമയത്താണോ വരുന്നത് അല്ലെ പിന്നീട് ഒരിക്കലാണോ എന്നുള്ളത് അതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ല എനിക്ക്. വീട്ടുകാരുമായി സംസാരിച്ചോ? അവിടെയുള്ള ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളും അവരോട് ബോധിപ്പിക്കുന്നുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക്. ഇവിടെ നിന്നുള്ള ഒരു ഉത്തരം കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെയുള്ള ബാക്കി കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ നമ്മുടെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിലും എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട് എല്ലാ അപ്ഡേഷനും വേണ്ടിയിട്ട്, കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരം. കുടുംബത്തിന് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടത്തിൽ നിന്നും അറിയിപ്പ് ലഭിക്കേണ്ടതുണ്ട്. ആ അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ യാത്ര തിരിക്കാനുള്ള ഒരു ഒരുക്കമാണ് നടക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകളും ഇന്ന് തന്നെ പുറപ്പെടും എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെയോടുകൂടി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അർജുൻ എത്തും. ഉചിതമായ ഒരു യാത്രയപ്പ് അർജുന് നൽകും ജില്ലാ ഭരണകൂടം. അതായത് കർണാടക സർക്കാരിന്റെ പൂർണ്ണ ചെലവായിരിക്കും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കർണാടക സർക്കാർ തന്നെ ഒരുക്കുന്നുണ്ട്. ഒപ്പം പോലീസ് അനുഗമിക്കുന്നുണ്ട്, കർണാടക പോലീസ് അനുഗമിക്കും, കണ്ണാടിക്കലിലെ വീട് വരെ അനുഗമിക്കും. ഒരുപക്ഷെ SP ഉൾപ്പെടെ ആ വാഹനത്തിനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അർജുന്റെ പ്രിയപ്പെട്ട ആ വസ്തുക്കൾ അതെല്ലാം കൈമാറി കഴിഞ്ഞിരിക്കുന്നു, കുടുംബത്തിന് കൈമാറിയിരിക്കുന്നു. അതെല്ലാം ഇനി അർജുന്റെ ഓർമ്മകളായി കണ്ണാടിക്കലിലെ വീട്ടിലുണ്ടാവും. അതൊക്കെ ഇവർ കൈമാറി ഇവരുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്തായാലും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനം അർജുന്റെ പ്രിയപ്പെട്ട ആ ലോറി, അത് തന്റെ 2.5 വയസ്സുള്ള മകന് വേണ്ടി വാങ്ങിയ ലോറിയാണ്. ആ ലോറി കളിപ്പാട്ടമുണ്ട്, അതോടൊപ്പം 2 മൊബൈൽ ഫോണുണ്ട്. ഏറ്റവും അവസാനമായി അർജുൻ വീട്ടിലേക്ക് വിളിച്ച ആ 3:30 സമയത്ത് വിളിച്ച ആ ഫോൺ, അത് കുടുംബത്തിന് കൈമാറുന്നുണ്ട്. മറ്റൊരു ഫോൺ കൂടിയുണ്ട്. അത്തരത്തിൽ എല്ലാ വസ്തുക്കളും കൈമാറി കഴിഞ്ഞു. വസ്ത്രങ്ങളുണ്ട്, ഒപ്പം ബാഗുണ്ട്, RC ബുക്കുണ്ട്. അതുമാത്രമല്ല ഏറ്റവും അവസാനമായി ലോറിയിൽ നിന്നും ലഭിച്ച ആ അസ്ഥി, എന്തായാലും 80% മാത്രം ശരീരഭാഗമാണ് ഇപ്പോൾ അർജുന് ലഭിച്ചിട്ടുള്ളത്. അത് കൃത്യമായി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ശിരൂരിൽ നിന്ന് യാത്രയാകും. അങ്ങനെയാണെങ്കിൽ അവസാന നിമിഷത്തിലേക്കാണ് അർജുൻ ശിരൂരിൽ നിന്നുള്ള ആ മടക്കം വരാൻ പോകുന്നു. ഇനി ഏത് സമയത്തും വൈകിട്ടോടുകൂടി ആ അർജുൻ ഇവിടെ നിന്നും പോകും. വഴി നീളെ ആളുകൾ ഉണ്ടാകും. ഈ ആംബുലൻസിന് വഴിയൊരുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് തലപ്പാടി അതിർത്തിയിൽ ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവിടുന്ന് സ്വീകരിക്കും. അവരും ആ വാഹനത്തെ അകമ്പടിയായി ആ കണ്ണാടിക്കലിലേക്ക് പോകും. ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലുടനീളം വഴികളിൽ ഉണ്ടാകും. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ കാണാൻ വേണ്ടി വഴി നീടെ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ സങ്കടക്കടൽ തന്നെയാണ് ഇപ്പോഴും. ഗംഗാവലി പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. ലോകേഷിനെയും ജഗന്നാഥിനെയും കണ്ടെത്താനുള്ള തിരച്ചിൽ അതിനി 5 ദിവസം കൂടി തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വൈകാരികമായ നിമിഷങ്ങളിലൂടെ, അവസാന നിമിഷങ്ങളിലൂടെയാണ് ശിരൂർ കടന്നു പോകുന്നത്. നമ്മളും ആ മൃതദേഹത്തോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. കണ്ണാടിക്കലിലെ വീട് വരെ ന്യൂസ് 18 സംഘവും ഉണ്ടാവും. ഓരോ സ്ഥലത്ത് എത്തുന്നതും കൃത്യമായ വിവരങ്ങൾ ന്യൂസ് 18 നൽകിക്കൊണ്ടിരിക്കും. എന്നാലും ഇതിന്റെ തുടക്കം മുതൽ ഉണ്ടായ ഒരാളെന്ന നിലയിൽ നമ്മൾ ആ ദൗത്യം ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി അർജുനെ എത്തിക്കുമെന്ന് കുടുംബം, അതുപോലെ തന്നെ എല്ലാം മനാഫ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അതേതായാലും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. സമാനമില്ലാത്ത ആ ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. എന്തായാലും വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ശിരൂർ സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായും ബൈജു തുടരുക. ഞാൻ ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, കണ്ണാടിക്കൽ അർജുനെ സ്വീകരിക്കാൻ ഇരിക്കുകയാണ്. അന്ത്യയാത്ര നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായാണ് എല്ലാവരും അവിടെ അർജുൻ്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്നത്. കേരളം ഒന്നാകെ വിലപിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സംസ്കാരം അടക്കമുള്ള ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അനീഷ്? തീർച്ചയായും കുടുംബം അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. ആദ്യ ഒരു ഘട്ടത്തിൽ ജീവനോടെ
അർജുൻ തിരിച്ചെത്തുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം കാത്തിരുന്നത്. പിന്നീട് തെരച്ചിലിന്റെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഭൗതിക ശരീരമെങ്കിലും ലഭിച്ചാൽ മതിയെന്ന കാത്തിരിപ്പിലേക്ക് അത് വഴിമാറി. പിന്നീട് തെരച്ചിൽ അവസാനിച്ചപ്പോൾ അതൊരു നിരാശയിലേക്ക് വഴിമാറുന്ന കാത്തിരിപ്പായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് സാഹചര്യം അനുകൂലമാവുകയും പുഴയിലെ ഒഴുക്ക് കുറയുകയും തെരച്ചിൽ നടത്താൻ പര്യാപ്തമാവുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്ത് ട്രെജറുകൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ അദ്ദേഹത്തിന്റെ ലോറിയും അർജുനെയും കണ്ടെത്താൻ കഴിയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർണാടകത്തിലെ നടപടിക്രമങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ബൈജുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. അത് പൂർത്തിയായ ശേഷം എത്രയും പെട്ടെന്ന് ശിരൂരിൽ നിന്നും തിരിച്ചുള്ള മടക്കയാത്ര അർജുന്റെ ആരംഭിക്കും. വലിയ തോതിൽ ആദരവർപ്പിക്കാനായി ആളുകൾ ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വഴിനീളെ ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കുമ്പോഴും കാര്യമായ പൊതുദർശനം എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. നേരെ കണ്ണാടിക്കലിലേക്ക് എത്തിക്കും. അവിടെ ഒരു വളരെ ചെറിയ സമയം ആളുകൾക്ക് ആദരവർപ്പിക്കാൻ അവസരമൊരുക്കും. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലും ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടിന്റെ തൊട്ട് പിൻവശത്തായി ക്രമീകരിച്ചിരിക്കുന്ന ഇടത്തായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ വീട്ടിൽ നേരത്തെ തന്നെ പൂർത്തിയാക്കി കഴിയുകയും ചെയ്തിരുന്നു. എന്തായാലും അങ്ങേയറ്റം അധ്വാനിയായ ഒരു മനുഷ്യൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള ജോലികൾക്ക് പോവുകയും തന്റെ കുടുംബത്തെ രക്ഷിക്കാനായി മുന്നോട്ടിറങ്ങുകയും സഹോദരനെയും സഹോദരിമാരെയും ഒക്കെ പഠിപ്പിക്കുകയും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള സഹായവും ചെയ്തു നൽകിയ ആള്, നാട്ടിലെ എന്ത് കാര്യങ്ങൾക്കും പൊതു കാര്യങ്ങൾക്കുള്ള ഇടപെടൽ സജീവമായി നടത്തിയ ആള്, 2018 മഹാപ്രളയകാലത്ത് 1.5 മാസത്തോളം സ്വന്തം ജോലിക്ക് അവധി നൽകി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്ന ഒരു യുവാവ്. അങ്ങനെ ഓരോ ആളുകൾക്കും, ഈ അർജുനെ അടുത്തറിയാവുന്ന ഓരോ ആളുകൾക്കും ഓരോ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഏവർക്കും നല്ലത് മാത്രം പറയാൻ അവശേഷിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് ഏറ്റവും യോജിച്ച അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വിടവാങ്ങൽ നടത്തുന്നതിന് തന്നെയാണ് കുടുംബം തയ്യാറെടുക്കുന്നത്. എന്തായാലും മരണ വിവരം, ഈ മൃതശരീരവും ലോറിയും ഒക്കെ കിട്ടിയെന്നറിഞ്ഞ സമയം മുതൽ സമൂഹത്തിന്റെ നാനാ ശ്രേണിയിലുള്ള നിരവധി ആളുകളാണ് ഈ കണ്ണാടിക്കലിലെ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയും ആ കുടുംബത്തിനെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെയും ഇന്നും ഒക്കെ കണ്ട ആളുകളുടെ അധികം ആളുകൾ നാളെ ഈ സംസ്കാര സമയത്ത് അവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് മറ്റുമൊക്കെ ഇടപെട്ട് അതിനുള്ള ക്രമീകരണങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ട്രാഫിക് ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ വൈകാതെ പുറത്തിറങ്ങും. കൃത്യമായ ഒരു നിയന്ത്രണ വിധേയമായ രീതിയിൽ കാണാനെത്തുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ അവസരം നൽകാൻ തന്നെയാണ് സർക്കാരും തയ്യാറെടുക്കുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണാടിക്കലിൽ നിന്നുള്ള വിവരങ്ങളാണ് അനീഷ് പങ്കുവച്ചത്. എന്തായാലും കേരളത്തിന്റെ ഒന്നാകെ നോവായി മാറുകയാണ് അർജുൻ. ശിരൂരിൽ നിന്ന് നമുക്കൊപ്പം KV ബൈജു വീണ്ടും ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ലഭ്യമായ ആ ഒരു തെരച്ചിലിൽ കണ്ടെത്തിയ ആ കുഞ്ഞു കളിപ്പാട്ടം. അത് നൽകാൻ അർജുനില്ല. കളിപ്പാട്ടം മാത്രമായി ഇന്ന് ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് എത്തുമെന്നുള്ളതാണ്. അർജുൻ്റെ ഏറ്റവും നല്ല ഓർമ്മയായ ആ വീട്ടിൽ എക്കാലവും അത് അവശേഷിക്കും. അതൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായ വേദന. നമുക്ക് വ്യക്തിപരമായ അർജുനെ അറിയില്ല എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ട്. അർജുനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും അർജുൻ ഈ കരുതി വെച്ചിരുന്ന ആ കളിപ്പാട്ടവും ഒക്കെ കാണുമ്പോൾ കേരളം ഒന്നാകെ അർജുനെ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. അത് അർജുനെ കാണാനില്ല എന്നറിഞ്ഞ ആ നിമിഷം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. അർജുനെ തിരികെ കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കേരളം ഒന്നാകെ ഒരൊറ്റ മനസ്സോടെ നിൽക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് നിരാശയായിരുന്നു ഫലം. എന്തായാലും അർജുനുള്ള അന്ത്യയാത്ര അത് ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒക്കെ വീട്ടിലേക്കും നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിയിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ കരുതുന്ന വേഗതയിൽ അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തണമെന്നുമില്ല. പൊതുദർശനമൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. വഴിയിൽ ഓരോ ജംഗ്ഷനിലും നിർത്തി ആളുകളെ കാണിക്കുന്ന അങ്ങനെയുള്ള പരിപാടികളൊന്നും ആലോചിക്കുന്നില്ല എങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അർജുനെ കാണാൻ വഴിയരികിൽ കാത്തു നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച വേഗതയിൽ തിടുക്കപ്പെട്ട് അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കണ്ണാടിക്കലിലേക്ക് എത്താൻ കഴിയണമെന്നില്ല, അല്ലേ? തീർച്ചയായും മാരിയ, ഒരു നിമിഷം പോലും കാണാൻ കഴിയുന്ന രീതിയിലായിരിക്കില്ല യാത്ര. പക്ഷേ
അപ്പോഴും ആ വാഹനം അത് കടന്നു പോകുന്ന ആ ഒരു വിങ്ങൽ തന്നെയാണത്. ആ രീതിയിൽ അത് അവസാനമായി അവസാന യാത്ര കാണുക അത് തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വഴിയരികിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ. ഏതെങ്കിലും തരത്തിൽ നിർത്തിയിട്ട് അത്തരത്തിൽ പൊതുദർശനം അങ്ങനെ ഒന്നും തന്നെയില്ല. എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് കുടുംബം ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു യാത്ര തന്നെയായിരിക്കും ഇവിടുന്ന്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊന്നും പരിചയമില്ലാത്ത ഒരാൾ പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു സ്വന്തം സഹോദരനോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗവുമായി മാറുന്നു. ഒപ്പം കേരളത്തിലെ ഓരോ മലയാളികളുടെയും, കേരളത്തിൽ നിന്ന് മാത്രമല്ല മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ അർജുൻ എന്ന ആ ഒരു പേരുണ്ട്. ആ ലോറി ലഭിച്ച സമയത്ത് അവിടെ കൂടിയ ആളുകളൊക്കെ അതിനുശേഷം ഇന്നലെയൊക്കെ അവിടെ ആ വഴി പോകുന്ന വാഹനങ്ങളൊക്കെ നിർത്തി അവർക്കൊന്നും ഇത് കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ എന്താ സംഭവിച്ചതെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അർജുന്റെ ലോറി അർജുന് കിട്ടിയിരിക്കുന്നു എന്ന് ഓരോ ആളും അറിയുന്ന രീതിയിൽ അത്രത്തോളം വൈകാരികമായ ഒരു നിമിഷമായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ വസ്തുക്കളൊക്കെ നമ്മളത് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു പക്ഷേ നമ്മുടെ ആ വാർത്തയുടെ അടി കമന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ നൽകിയത് അത്തരത്തിലൊരു സംഭവം ഇല്ല എന്നൊക്കെ തരത്തിലൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അത് ഇന്നലെ നേർക്കാഴ്ചയായി ആ ജിതിന്റെ കയ്യിൽ ആ കളിപ്പാട്ടം അത് വലിയ തേങ്ങലായി ഉണ്ടായിരുന്നു. മകന്റെ ഓർമ്മ ആ കളിപ്പാട്ടം ഒക്കെ ഉണ്ടായ ആ ലഭിച്ച സാഹചര്യം, ആ സമയത്ത് അഭിജിത്ത് ആകട്ടെ ആ ഒരു തിരയുകയായിരുന്നു എന്തെങ്കിലും വസ്തുക്കൾ തന്റെ സഹോദരന്റെ ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി. അത്തരത്തിൽ ആ പാത്രങ്ങൾ വരെ കുടുംബം സൂക്ഷിച്ചിരിക്കുന്നു. അർജുൻ ഭക്ഷണം പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് നൽകാൻ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. ഈ ലോറിക്കാർക്കൊക്കെ അതറിയാം. ലോറിക്കാരൊക്കെ പറയും അവർക്ക് അർജുൻ ഉണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാൾ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ പ്രവൃത്തി ചെയ്ത് അവർക്കൊക്കെ വിളമ്പിക്കൊടുക്കും. അതിന്റെ പാത്രങ്ങളൊക്കെയാണ് ഈ ക്യാബിൽ നിന്ന് ലഭിച്ചത്. അതല്ല, പാത്രങ്ങളെല്ലാം തന്നെ കണ്ണാടിക്കലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ വസ്തുക്കളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിലൊരു അർജുന്റെ ഒരു വള, കയ്യിലിടുന്ന ഒരു വളയും ഒപ്പം ഒരു മോതിരവും അത് നഷ്ടപ്പെട്ടു. അത് ലഭിച്ചില്ല. ഒരുപാട് ആ വാഹനത്തിന്റെ ക്യാബിനകത്തൊക്കെ അത് തിരിഞ്ഞെങ്കിലും അത് ലഭിച്ചിട്ടില്ല. മറ്റെല്ലാ വസ്തുക്കളും ആ ലോറി ചേർത്ത് പിടിച്ചു. അർജുന്റെ കുടുംബത്തിനായി അവസാനമായി അത് ഓർമ്മകൾക്കായി ആ ലോറി ചേർത്ത് പിടിച്ചു എന്ന് വേണം പറയാൻ. ഇത്രത്തോളം വലിയ കുത്തൊഴുക്കുള്ള 7 നോട്ട്സ് വരെ, അതായത് ഒരു 500 അത്രത്തോളം വലിയ വസ്തുക്കളൊക്കെ 500 കിലോ വരെ ഇട്ട് കഴിഞ്ഞാൽ ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള ആ ഒഴുക്കുള്ള പുഴ, അത് ആ പുഴയിൽ ലോറി അത് തടഞ്ഞു നിർത്തി എന്നതാണ്. ആ മരങ്ങളൊക്കെ ചിന്നിച്ചിതറി പല ഭാഗങ്ങളിൽ പോകുമ്പോഴും ഇത്രയും വസ്തുക്കൾ ലോറി ചേർത്ത് പിടിച്ചു. അർജുന്റെ പ്രിയപ്പെട്ട ലോറി ചേർത്ത് പിടിച്ചു എന്നത് തന്നെയാണ് അതിലേറ്റവും വൈകാരികമായ ഒരു കാര്യം. അത് മാത്രമല്ല, അർജുനെ ആ ലോറി ചേർത്ത് പിടിച്ചു. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ലോറി ഉയർത്തുമ്പോൾ തന്നെ നിമിഷങ്ങൾക്കകം അർജുൻ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ അതിനകത്ത് അർജുൻ ഉണ്ടായതെന്ന് തന്നെയാണ്. അതൊക്കെ നമ്മൾ ഓർക്കുന്നു. ഈ അപകടം ജൂലൈ 16 നടന്ന് ജൂലൈ 18 മുതൽ ശിരൂരിൽ ന്യൂസ് 18 സംഘമുണ്ട്. ആ ഓരോ വിവരങ്ങളും നമ്മൾ നൽകിക്കൊണ്ടുണ്ട്. വിനീഷ് ഉൾപ്പെടെ, കോഴിക്കോടുണ്ടായിരുന്ന വിനീഷ് ഉൾപ്പെടെ ശിരൂരിലെത്തി റിപ്പോർട്ട് ചെയ്തു. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറ, ഒപ്പം സുമേഷ് മുറഴ, ഇത്തരത്തിൽ ഒരുപാട് നമ്മുടെ ടീം അംഗങ്ങൾ ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ. ഒരുപക്ഷെ ചില ഘട്ടങ്ങളിലൊക്കെ കുടുംബത്തിന് വരെ വിവരങ്ങൾ നൽകുന്നത് വാർത്തകൾ സംഘങ്ങളായിരിക്കും. ആ വാർത്താ സംഘങ്ങളിൽ നിന്നാണ് അവർ വിവരങ്ങൾ പോലും അറിഞ്ഞത്. ചില സമയത്ത് നിസ്സഹായസ്ഥ അവരത് നമ്മൾ കണ്ടിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോഴൊക്കെ മാധ്യമങ്ങൾ അവർക്ക് പിന്തുണ നൽകി. ഏതായാലും വലിയൊരു ദൗത്യം അതിന്റെ പരിസമാപ്തിയിലേക്ക് പോകുന്നു. ശിരൂരിൽ നിന്നും മടങ്ങാനൊരുങ്ങുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർഹിക്കുന്ന ആ ഒരു യാത്രയപ്പ് അർജുന് നൽകാൻ നാടും ഒക്കെ ഒരുങ്ങുന്നു. എന്തായാലും ആ നിമിഷം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ശിരൂരിൽ നിന്നും ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അർജുനെ കൊണ്ടുള്ള വാഹനം അത് യാത്രയാകും. എന്തായാലും ഇനി ഇപ്പോഴും ഇന്നും വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് ശിരൂർ കടന്നു പോകുന്നത്. എന്നാലും ഇന്നത്തെ ആ ഒരു യാത്രയപ്പ് ആ ആംബുലൻസിലേക്ക് കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മൃതദേഹം എടുത്ത് ആ ആംബുലൻസിലേക്ക് മാറ്റുകയും പിന്നീട് അല്പസമയം ഗംഗാവലി പുഴയുടെ തീരത്ത് ആംബുലൻസ് നിർത്തിയിടും. അവിടെ നിന്നും കുറച്ച് വസ്തുക്കൾ അവിടെ ശേഖരിച്ച് വെച്ചത് ആംബുലൻസിലേക്ക് കയറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഗംഗാവലി പുഴയുടെ തീരത്ത് അല്പസമയം നിൽക്കും. അതൊരു പക്ഷേ അർജുന്റെ ആ യാത്രയുടെ ആ അവസാനഘട്ട 70 ദിവസത്തിലധികം അർജുൻ വെള്ളത്തിനടിയിൽ 15 മീറ്റർ ആഴത്തിൽ വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ എവിടെയാണ് അർജുൻ എന്നറിയാതെ നമ്മൾ പല ഭാഗത്തായി ആ പുഴയുടെ ഏകദേശം പുഴയുടെ ആ ഭാഗങ്ങളെല്ലാം തിരച്ചിൽ നടത്തി അവസാനം ഏറ്റവും ഒടുവിലാണ്
CP2 എന്ന ആ പ്രധാനപ്പെട്ട സ്ഥലത്ത് വളരെ സുരക്ഷിതമായ അർജുനെ ചേർത്ത് പിടിച്ച് ആ ലോറി ഉണ്ടായതും പുറത്തേക്ക് എടുത്തതും ഏതായാലും ലോറിയൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞു. ഇനി അവിടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. അവിടെയുള്ള വസ്തുക്കളെല്ലാം തന്നെ കൈമാറി. പക്ഷെ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആംബുലൻസിലേക്ക് കയറ്റേണ്ടതുണ്ട്. ഈ യാത്ര പോകുന്ന സമയത്ത് അവിടെ അല്പസമയം നിർത്തിയിട്ട് ആ വസ്തുക്കളൊക്കെ അതിൽ കയറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് വാഹനം നേരെ കുന്താപുരം, ഉടുപ്പി, മംഗലാപുരം, തലപ്പാടി അതിർത്തി, മംഗലാപുരം കഴിഞ്ഞതിന് ശേഷം തലപ്പാടി അതിർത്തി ഇത്തരത്തിൽ യാത്ര തുടരും. ഇതിൽ തലപ്പാടി അതിർത്തിയിലാണ് പ്രധാനമായും വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ് അർജുനായി ഒരുക്കുന്നത്. അത് ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ്. അവരൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അർജുനെ എന്ത് പറ്റി, എവിടെയാണെന്ന് തിരയുന്നതിനും അന്വേഷിക്കുന്നതിനും കർണാടകയിലുള്ള അസോസിയേഷനുമുണ്ട്, കേരളത്തിലെ അസോസിയേഷനുമുണ്ട്. മനാഫ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവർ ഇന്നലത്തെ രാത്രിയോടുകൂടി ഇവിടെ നിന്നും മടങ്ങി. ഇനി ജിതിനും അഭിജിത്തും മാത്രമാണ് ഇവിടെയുള്ളത്. പിന്നീട് നമ്മുടെ മാധ്യമപ്രവർത്തകരുമാണ്. നമ്മളും ഈ ആംബുലൻസിനൊപ്പം അർജുനൊപ്പം നമ്മളും കർണാടകയിലേക്ക് ആ ആംബുലൻസിനൊപ്പം അനുഗമിക്കും. എന്തായാലും വൈകാരികമായ നിമിഷം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യത്തിന് ഭാഗമാകുന്നു പ്രതികൂലമായ കാലാവസ്ഥ. ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ വലിയ തോതിലുള്ള മഴയായിരുന്നു. ഇപ്പോഴാണ് കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞു വന്നത്. ഏത് സമയത്താണ് ഇവിടെ കാലാവസ്ഥ മാറുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കൊടും ചൂടാണ്. അത്തരത്തിൽ നമുക്കവിടെ ആ ഒരു മരം പോലും ആ ഭാഗങ്ങളിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ആ മണ്ണൊക്കെ ഇടിഞ്ഞ് ഇപ്പോഴും മഴ വരുമ്പോൾ അവിടെ നിന്നും വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെടുന്നത് കാണാം. മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ മണ്ണിടിച്ചിലുണ്ടായ മലയുടെ മുകളിൽ ഒരു തടാക രൂപത്തിൽ വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് വലിയ അപകടമാണ് അതുവഴി യാത്ര ചെയ്യുന്നവർക്കൊക്കെ എന്ന് അറിയുന്നുണ്ട്. എന്നാലും ആ ഭാഗങ്ങൾ ഇപ്പോഴും ഒരു അപകട ഭീഷണിയിൽ തന്നെയാണ്. ഇതൊന്നും നമ്മൾ ചിന്തിച്ചില്ല. അവിടെ നിന്നും ഓരോ വിവരങ്ങളും നമ്മൾ നൽകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ ദൗത്യ സംഘങ്ങളും ജീവൻ പണയം വെച്ചായിരുന്നു അവിടെ ഇത്തരത്തിൽ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടത്. ഏതായാലും സമാനതകളില്ലാത്ത ഒരു ദൗത്യം അത് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അർജുൻ ശിരൂരിൽ നിന്നും മടങ്ങും. തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു ദൗത്യം, 72 ദിവസം നീണ്ടുനിന്ന ഒരു ദൗത്യം. ആ ദൗത്യത്തിൽ തുടക്കം മുതൽ ഈ നിമിഷം വരെയും KV ബൈജുവും സംഘവും അവിടെ ഇടവേളകളില്ലാതെ അവിടെ നിന്നുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിനപ്പുറം വ്യക്തിപരമായ ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ എല്ലാ വിഷമങ്ങളും കേട്ട് അവരുടെ ആവശ്യങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കാനും ഒക്കെ ന്യൂസ് 18നും KV ബൈജുവിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇനി വരും നിമിഷങ്ങളിൽ നമ്മൾ കാണേണ്ടി വരിക. ആ കുടുംബം എന്തായാലും അർജുൻ ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യത്തോട് നേരത്തെ തന്നെ പൊരുത്തപ്പെട്ടെങ്കിൽ പോലും ജീവനറ്റ ശരീരം കാണുമ്പോൾ ആ കുടുംബം അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആ ഒരു വിഷമകരമായ ഘട്ടത്തെ അതിജീവിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. PV അൻവറിനെ ഇടതുമുന്നണിയുടെ ഭാഗമായി നിർത്താനാണ് കഴിഞ്ഞ ദിവസം വരെ ശ്രമിച്ചതെന്ന് TP രാമകൃഷ്ണൻ. എന്നാൽ അൻവർ നടത്തിയ കടന്നാക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. ആരോപണം ഉന്നയിക്കും മുമ്പ് തന്നോടോ മുഖ്യമന്ത്രിയോടോ സംസാരിച്ചില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട രീതിയിലാണ് ഉന്നയിച്ചത്. ഞാൻ CPIMന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി. എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നത ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്നോട് സംസാരിച്ചു. ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് CPIM പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് CPIM സംസ്ഥാന കമ്മിറ്റികളുമായി ഉദ്ദേശിച്ചിട്ടില്ല. ഇനി മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാം, ചർച്ച ചെയ്യാം. എന്താ അദ്ദേഹം ചെയ്തത്? ആരോപണങ്ങൾ പരസ്യമായി പറഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് ചെയ്തു. മുഖ്യമന്ത്രിയെ ഇങ്ങനെ കടന്നാക്രമണം നടത്തി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇങ്ങനെ ഒറ്റപിടിച്ച് ആക്രമിച്ച് തകർക്കുക എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നത്. ശത്രുക്കളുടെ ആലോചനയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. പി വി അൻവറിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് തീരുമാനിച്ചിട്ടില്ലെന്ന് ടി പി രാമകൃഷ്ണൻ. അൻവറിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല, പുറത്തു പോകുകയാണെന്ന് അൻവറാണ് പറഞ്ഞത്. അൻവറിന്റെ ആരോപണങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പാർട്ടി വിശദീകരിക്കുമെന്നും LDF കൺവീനർ പറഞ്ഞു. അൻവറിനെ പാർലമെന്ററി പാർട്ടി അംഗത്തിന് ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെന്ററി പാർട്ടിക്ക് പുറത്തു പോകുന്ന അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും എതിരായി സ്വീകരിച്ച നിലപാട് അത് സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ഇത് കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ CPIM ഈ കാര്യത്തിൽ നിലപാടുകൾ ആലോചിക്കുള്ളൂ. ഇപ്പം ഇന്നും നാളെയുമായി പാർട്ടിയുടെ PB യോഗം ചേരുക, കേന്ദ്ര കമ്മിറ്റി യോഗമുണ്ട്. അപ്പം പാർട്ടി നേതാക്കന്മാരെല്ലാം ഈ യോഗത്തിന് വേണ്ടി ഡൽഹിക്ക് പോയി, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ CPIM-ന്റെ സംഘടനാപരമായ ചില നടപടിക്രമങ്ങളുണ്ട് ഇതിൽ. അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും തീരുമാനം, എന്താണ് തീരുമാനം എടുക്കുന്നുള്ളത് പരസ്യപ്പെടുത്താനുള്ള തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കും. പി വി അൻവർ MLA-യുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി P. മോഹനൻ. അൻവർ പിച്ചും പേയും പറയുന്നു. ഇതുപോലെയുള്ള അവതാരങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നുവെന്നും P. മോഹനൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ ചില അവതാരങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളനക്കവും കോലാഹലവും വായനനാമം കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇല്ലേ? അതിൽപ്പെട്ട ചില ആളുകളെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നുണ്ടാവുമല്ലോ. സമീപകാലത്ത് ഇപ്പോ എവിടെയും കാണാനും കേൾക്കാനുമില്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിലും. PC ജോർജിനെ പോലുള്ള ആളുകളുടെയൊക്കെ നില എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്തരത്തിൽ തരംതാണ് ശത്രുവർഗത്തിന്റെ കയ്യിലെ കോടാലിക്കൈയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനങ്ങളുടെ മനസ്സിൽ വേരോട്ടമുണ്ടാക്കി ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഈ ഗവൺമെന്റിനെയും നിലകൊള്ളുന്ന ഈ ഗവൺമെന്റിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെ നയിക്കുന്ന CPM-നെയും ദുർബലപ്പെടുത്താനുള്ള എല്ലാ നീക്കത്തെയും ചരിത്രത്തിൽ ഇന്നോളം ജനങ്ങൾ ഒറ്റ മനസ്സാലെ മുന്നോട്ട് വന്ന്, പാവപ്പെട്ട മനുഷ്യർ ഒറ്റ മനസ്സാലെ മുന്നോട്ട് വന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. പി വി അൻവർ CPM-ന്റെ ABCD അറിയാത്ത ആളെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. അൻവർ കേരള രാഷ്ട്രീയത്തിന്റെ ഗ്യാലറിയിൽ മാത്രം ഇരിക്കുന്നയാളാണ്. മുഹമ്മദ് റിയാസ് കോഴിക്കോടിന്റെ തെരുവ് വീഥികളിൽ മർദ്ദനമേറ്റുവാങ്ങി കടന്നുവന്ന ആളെന്നും P. മോഹനൻ പറഞ്ഞു. ഇയാൾക്ക് മുഹമ്മദ് റിയാസ് ആരാണെന്നറിയാമോ? മുഹമ്മദ് റിയാസ് ആരാണെന്ന് ഒന്ന് കാര്യങ്ങളൊന്നും കുറച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? മുഹമ്മദ് റിയാസിന്റെ ആകാശത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷം ഓടളക്കി ഇറങ്ങി വന്നതാണോ? ആണോ? ഈ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ? 12-13 വയസ്സുള്ളപ്പോ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ പങ്കാളിയായി പോലീസിന്റെ എത്ര മർദ്ദനങ്ങളാണ് കോഴിക്കോടിന്റെ തെരുവോരങ്ങളിൽ മുഹമ്മദ് റിയാസ് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. പി വി അൻവറിന്റെ ആക്ഷേപങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് മലപ്പുറം CPM ജില്ലാ കമ്മിറ്റി. സ്വർണ്ണക്കടത്ത് മാഫിയയുമായി അൻവറിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് വ്യാഴാഴ്ചത്തെ വാർത്താ സമ്മേളനം. പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്തും ഹവാല ഇടപാടും സുഗമമാക്കുന്നതിനാണ് അൻവറിന്റെ പ്രസ്താവനകൾ സഹായിക്കുകയെന്നും ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. അൻവറിനെതിരെ MM മണിയും രംഗത്തു വന്നു. വിമർശിക്കുന്നവർ ആ വഴി പോകും, അതൊന്നും ഞങ്ങളെ ബാധിക്കില്ലെന്നും മണി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഒരുപാട് പേര് വന്നു, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നു. KTM ആരംഭിച്ച ഈ 2 പതിറ്റാണ്ടിൽ ഏറ്റവും അധികം ആളുകൾ വന്നത് കേരള ടൂറിസത്തിന് വലിയ കുതിപ്പിന് കാരണമായി മാറും. അപ്പൊ അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു നിർവഹിച്ചത്. ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ അവിടെയായിരുന്നു. അപ്പോൾ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചത്. അപ്പൊ ഞാനത് സംഭവം അറിയില്ല എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എത്തിയപ്പോഴാണ്
പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും ഒക്കെ പ്രതികരിച്ചതായി കണ്ടിട്ടുള്ളത്. പാർട്ടി സെക്രട്ടറി ഇനിയും കാര്യങ്ങൾ പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അത് ആ നിലയിൽ പാർട്ടി പറയുന്നതാണ്. ഇന്നത്തെ ഒരു ദിനത്തിന്റെ പ്രത്യേകത, ഇന്ന് ടൂറിസം ദിനമാണ്, ലോക ടൂറിസം ദിനം. അപ്പോൾ കേരളത്തിന്റെ ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം 2022 വർഷവും 2023 വർഷവും ഏറ്റവും അധികം കേരളം ഉണ്ടായതിനു ശേഷം സർവകാല റെക്കോർഡോടുകൂടി സഞ്ചാരികൾ വന്ന വർഷമാണ്. അതിന് മറികടക്കാൻ 2024 കഠിന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കരുത്ത് പകരുന്നതാണ് KTM. ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിനപ്പുറം PV അൻവർ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ഇപ്പോൾ ഇല്ല. പാർട്ടി സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക വിവരണം നൽകിയിട്ടുണ്ട്. അതിനപ്പുറം കൂടുതലായി അദ്ദേഹം വിശദീകരിക്കും എന്നുള്ള നിലപാടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എടുത്തത്. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചതിന് പിന്നാലെ PV അൻവറിന്റെ വീടിന് മുന്നിൽ CPM ഫ്ലെക്സ് ബോർഡ്. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട, ഇത് പാർട്ടി വേറെയാണ് എന്നാണ് ബോർഡിലുള്ളത്. CPM ഒതായി ബ്രാഞ്ചിന്റെ പേരിലാണ് ഫ്ലെക്സ്. മലപ്പുറം തുവ്വൂരിൽ PV അൻവർ MLAക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചാണ് ഫ്ലെക്സ് ബോർഡ് കാണപ്പെട്ടത്. ലീഡർ ശ്രീ K കരുണാകരൻ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. PV അൻവറിനെ UDFിലേക്ക് ക്ഷണിക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. അൻവറിനെ ഒപ്പം നിർത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗവും അൻവറിന്റെ നീക്കം മനസ്സിലാക്കാതെ UDFിലേക്ക് ക്ഷണിക്കേണ്ടെന്ന് മറുവിഭാഗവും പറയുന്നു. അൻവറിനെ മുന്നിൽ നിർത്തി പിണറായി വിരുദ്ധർ നടത്തുന്ന നീക്കമാണ് LDFിൽ നടക്കുന്നതെന്നും UDF യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. സ്വർണ്ണക്കടത്തിലും സ്വർണം പൊട്ടിക്കലിലും പൂരം കലക്കിയതിലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് PV അൻവർ നടത്തിയതെന്നും സത്യാവസ്ഥ പുറത്തുവരണമെങ്കിൽ സിറ്റിംഗ് ജഡ്ജി തന്നെ അന്വേഷിക്കണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ പ്രതികരിച്ചു. ADGPക്കെതിരെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമാണെന്നും മുഖ്യമന്ത്രി തികഞ്ഞ പരാജയമാണെന്ന് പരസ്യമായി സമ്മതിക്കേണ്ട ഗതികേടാണ് ഭരണകക്ഷി MLAക്കെന്നും K സുധാകരൻ പറഞ്ഞു. അൻവറിനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്യേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്ന് PMA സലാം. അൻവർ എങ്ങോട്ട് പോകുമെന്നത് ലീഗിന്റെ വിഷയമല്ല. ഭരണകക്ഷി MLA എന്ന നിലയിൽ അൻവർ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമാണെന്നും PMA സലാം പ്രതികരിച്ചു. അങ്ങനെ ഒരു ചിന്തയാ മുസ്ലിം ലീഗിനില്ല. ഈ ഘട്ടത്തിലില്ല എന്നാണോ? ഇനി ഏത് ഘട്ടത്തിലും അങ്ങനെ ചർച്ച മുസ്ലിം ലീഗിനില്ല. അൻവർ ലീഗിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടില്ല, ലീഗ് അൻവറിനെ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ഈ സാങ്കല്പികമായ ചോദ്യങ്ങൾ? മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടില്ല. നിങ്ങൾ കാണിച്ചല്ലോ, നിങ്ങൾ കണ്ടതല്ലേ ഫേസ്ബുക്കിൽ നിങ്ങളല്ലേ പുറത്തിട്ടത്. അതിന് സ്വാഗതം എന്നൊരു വാക്കുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, അത്തരം ഒരു പ്രതികരണം നടത്തിയപ്പോൾ അതിനെ വിലക്കിയതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പൊ അൻവറിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഗതം ചെയ്യോ? അൻവറിന്റെ താല്പര്യമോ അൻവർ വിളിക്കിയതോ അൻവറിന്റെ വാക്ക് വെച്ചിട്ട് മുസ്ലിം ലീഗിനെ എന്തിനാ നടക്കുന്നത്? അൻവർ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ലല്ലോ. അൻവർ ഭരണകക്ഷിയുടെ ഭാഗമാണ്, CPMന്റെ ഭാഗമാണ്. അതുകൊണ്ട് അൻവർ CPMനെയും ഭരണകക്ഷിയെയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. UDF മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളാണ് അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് PMA സലാം. അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം വേണം. പൂരം കലക്കലിൽ പ്രതിയെ വിധി പറയാൻ ഏൽപ്പിച്ചെന്നും UDF സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും PMA സലാം പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ട UDF നേരത്തെ ഉന്നയിച്ചതും ഭരണകക്ഷി MLA ഇപ്പോൾ ഉന്നയിക്കുന്നതുമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണം. ഒരു ഭരണകക്ഷി MLA മാത്രമല്ല, LDFിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ CPI പോലും അതിശക്തമായി ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പരസ്യമായി. ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം കേരളം ഇതുവരെ ഒരു മുന്നണിയുടെ ഭരണകാലത്തും കണ്ടിട്ടില്ല. നമുക്കറിയാലോ, ഇപ്പോ പൂരം കലക്കിയ ആരോപണം, ആ ആരോപണത്തിന് പ്രധാനപ്പെട്ട ആരോപണ വിധേയൻ ADGP-യാണ്. പക്ഷെ മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് അതേ ADGP-യെയാണ്. ആലോചിച്ച് നോക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നുണ്ട് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുക. ഒരു പ്രതിയെ വിധി പറയാൻ ഏൽപ്പിക്കുകയാണ്.
ആരോപണങ്ങളിൽ PV അൻവറിനെ പിന്തുണയ്ക്കാതെ KT ജലീൽ. കുറ്റം ചെയ്ത ഒരു പോലീസുകാരനെയും സംരക്ഷിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും KT ജലീൽ പറഞ്ഞു. ഇവിടെ സ്വർണ്ണക്കടത്ത് കൂടുതൽ പിടിക്കുന്നു എന്ന രൂപത്തിൽ പോലീസ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ ഇപ്പൊ 3 ജില്ലകൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. അതിനോട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട്. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് എന്ത് പിടിച്ചാലും മലപ്പുറത്ത് കള്ളക്കടത്ത് പിടിച്ചു എന്നുള്ള രീതിയിലാണ് പ്രചരണം വരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ നിന്നുള്ള രഹസ്യങ്ങൾ എന്താണ്? ഒരു കുറ്റം ചെയ്ത പോലീസുകാരനെ സംരക്ഷിക്കും എന്ന് ആരും കരുതേണ്ടതില്ല. ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി RMP നേതാവ് KK രമ MLA. ഇന്നോവ മാഷാ അള്ളാ എന്നാണ് KK രമ ഫേസ്ബുക്കിൽ കുറിച്ചത്. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ കാറിന് പിന്നിൽ മാഷാ അള്ളാ എന്നെഴുതിയ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഇത് അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനായിരുന്നു. ഇത് ഓർമ്മിപ്പിച്ചാണ് KK രമയുടെ പോസ്റ്റ്. മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ ആരും സംസാരിക്കാത്ത വിധം ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ PV അൻവർ CPM-ൽ നിന്നും LDF-ൽ നിന്നും ഏറെ അകന്നു. ഇനി ബാക്കിയുള്ളത് പാർലമെന്ററി പാർട്ടി അംഗത്വം റദ്ദാക്കൽ മാത്രമാണ്. പാർട്ടി ഒറ്റക്കെട്ടെന്ന് കാട്ടി P ജയരാജൻ മുതൽ MM മണി വരെ PV അൻവറിനെതിരെ രംഗത്ത് വന്നു. MLA സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോരാട്ടം തുടരാനാണ് അൻവറിന്റെ തീരുമാനം. അതിനിടെ PV അൻവറിനെ അനുകൂലിച്ചും എതിർത്തും മലപ്പുറത്ത് ഉൾപ്പെടെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ആരോപണങ്ങൾ ആയുധമാക്കുന്നു എങ്കിലും അൻവറിന്റെ മുന്നണി പ്രവേശനം ചർച്ച ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. വിവരങ്ങളുമായി CV അനുമോദ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. അനുമോദ്, LDF-നെ തന്നെ തകർക്കാൻ ശേഷിയുള്ള വജ്രായുധമായി അൻവർ മാറുമ്പോൾ LDF ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നു. അത് നമുക്ക് കണ്ടറിയണം. അതോടൊപ്പം അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നുള്ളത് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്തായാലും മലപ്പുറത്തിന്റെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറുമെന്നാണ് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്താണ് സാഹചര്യം? വിശദാംശങ്ങൾ. ആര്യ, PV അൻവർ MLA-യുടെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ അത് പ്രതിപക്ഷ നേതാക്കൾ പോലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവർ പോലും പറയാത്തത്ര രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ മന്ത്രി മുഹമ്മദ് റിയാസിനൊക്കെ എതിരെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത്, വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അംഗീകരിക്കാനാകുന്ന കാര്യമല്ല. ഇടതുപക്ഷം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും അൻവറിന് എതിർപ്പ് നേരിടുന്ന സാഹചര്യം. മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിനെതിരെ പ്രസ്താവന പുറത്തിറക്കുന്നു. അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കൊപ്പം നിൽക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയുടെ മാന്യത കാണിക്കുന്നില്ല. ഇടതുപക്ഷ പ്രവർത്തകർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണമെന്ന പ്രസ്താവന തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ഇക്കാര്യത്തിൽ അൻവറിനെ തള്ളിപ്പറഞ്ഞു വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവറിന്റെ നിലനിൽപ്പ് ഇനി ഒറ്റയ്ക്കാകുമോ അതോ അൻവറിന് ഏതെങ്കിലും മുന്നണിയുടെ സപ്പോർട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ താൻ നിയമസഭയിൽ ഇനി ഒറ്റയ്ക്കായിരിക്കും, നടുക്കായിരിക്കും, ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച അദ്ദേഹം പൊതുയോഗം വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും തന്റെ ഒരു ശക്തി പ്രകടനത്തിനുള്ള വേദിയാക്കി ഞായറാഴ്ചത്തെ പൊതുസമ്മേളനം മാറ്റുവാനായിരിക്കും PV അൻവർ ശ്രമിക്കുക. നമുക്കറിയാം, ആളുകളെ കൊണ്ടുവന്ന് തന്റെ ശക്തി തെളിയിക്കുന്ന തരത്തിൽ പ്രകടനം നടത്തുവാൻ അൻവർ മുൻപും പ്രാപ്തനാണ്, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ പിന്തുണയില്ലാതെ അദ്ദേഹത്തിന് ഇത് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നിലമ്പൂരിൽ അദ്ദേഹത്തിന് ഏറെ പിന്തുണയുള്ള CPM-ന്റെ അണികൾ തന്നെയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ തന്റെ പോരാട്ടം ഒറ്റയ്ക്കായാലും മുന്നോട്ട് പോകാം എന്നൊരു കണക്കൂട്ടലാണ് അൻവറിനുള്ളത്. പക്ഷേ അത് എത്ര കാലം എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല, ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ ജയിച്ചു കയറുക എന്നത് നിലമ്പൂർ പോലെ ഒരു സ്ഥലത്ത് എളുപ്പമുള്ള കാര്യമല്ല. സ്വാഭാവികമായിട്ടും ഈ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ UDF അൻവറിനെതിരായ ആക്ഷേപങ്ങളിൽ മയപ്പെടുത്തിയിട്ടുണ്ട്. അൻവറിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്ന് ലീഗും മറ്റ് നേതാക്കളുമൊക്കെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ടെങ്കിലും വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും സാഹചര്യങ്ങളെന്ന് പറയാനാകില്ല. കാരണം അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളാണ് അവർ നിയമസഭയിൽ ഇനി വലിയ ആയുധങ്ങളാക്കാൻ പോകുന്നത്. ഇന്ന് കോഴിക്കോട് വെച്ച് VD സതീശൻ അൻവറിന്റെ ആക്ഷേപങ്ങൾ UDF സമരപരമ്പര ഏറ്റെടുക്കുന്നതിന് പ്രഖ്യാപനം നടത്തുമെന്ന് ഇതിനോടൊപ്പം തന്നെ PMS പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അൻവർ പറയുന്നത് UDF ആയുധമാക്കുമ്പോൾ ഏറെ വൈകാതെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സാധ്യത അത് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന് നേതാക്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഇനി എന്തെല്ലാം പറയും അതുകൂടി കാത്തിരുന്ന് കാണാം. അല്ലെങ്കിൽ അതുകൂടി കാത്തിരുന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താം. സമയമെടുത്ത് മതി ഇത്തരത്തിലുള്ളൊരു തീരുമാനം എന്ന നിലപാടാണ് ഉള്ളത്. പക്ഷേ അൻവർ വരും മണിക്കൂറുകളിൽ
കൂടുതൽ ആക്ഷേപങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ അൻവറിനെ പ്രശസ്തി അല്ലെങ്കിൽ പുകഴ്ത്തി നടന്നിരുന്ന, അൻവറിന്റെ കരുത്തായി വാഴ്ത്തിയിരുന്ന സൈബർ അണികൾ ഇപ്പോൾ അൻവറിനെതിരെ തിരിയുന്ന, അൻവറിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിശിത വിമർശനം ഉയർത്തുകയും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ കരുത്ത് ഈ പാർട്ടി നിയന്ത്രണത്തിലുള്ള അണികളാണോ അതോ അൻവറിനെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളിലാണോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പാർട്ടി അനുവാദമില്ലാതെ എത്ര പേർ അൻവറിനൊപ്പം ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലെ നടപടികൾ, അൻവറിന്റെ പൊതുസമ്മേളനവും മറ്റുമൊക്കെ ഇതിന്റെ തെളിവുകളായിട്ട് അവശേഷിക്കും. സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അൻവർ നിലവിലെ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് തന്നെ പോരാടും. പക്ഷേ അൻവറിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ UDF ഏറ്റെടുക്കുന്നതോടെ അത് ഇടതുപക്ഷത്തിന് തലവേദനയാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അനുമോദ്, ഈ ആരോപണങ്ങളുടെ പെരുമഴ തുടങ്ങിയ ഘട്ടത്തിൽ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൈബർ സഖാക്കളുടെയും അണികളുടെയും ഒക്കെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു. പക്ഷേ ഈ വിധം മുഖ്യമന്ത്രിയും പാർട്ടിയും വിമർശിച്ചിരിക്കുന്ന അൻവറിന് പിന്തുണയ്ക്കാൻ, പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കാൻ ഇനി CPM അണികൾക്ക് ധൈര്യമുണ്ടാകുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. പക്ഷേ വലിയ ആത്മവിശ്വാസം അൻവറിനുണ്ട്. ഒരു കൂട്ടം അദ്ദേഹത്തിന് പിന്നിലുണ്ട്, ഒരു വലിയ കൂട്ടം അദ്ദേഹത്തിന് പിന്നിലുണ്ട്. പ്രാദേശികമായ പിന്തുണ കിട്ടുമെന്നൊക്കെയുള്ള ആത്മവിശ്വാസം ഉണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഒരു പാർട്ടി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കാനാണോ ആലോചന? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ? ആര്യ, മുഖമില്ലാത്ത ആൾക്കൂട്ടമാണ് സൈബർ ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ സൈബർ ലോകത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന കയ്യടിയും പിന്തുണയും ഒന്നും അത്തരത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന യഥാർത്ഥ ലോകത്ത് അല്ലെങ്കിൽ യഥാർത്ഥമായി അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണയായിട്ടൊന്നും കണക്കാക്കാനാവുകയില്ല. നേരെ മറിച്ച് PV അൻവർ MLA ഇനിയുള്ള 1.5 വർഷക്കാലം എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ പിന്തുണ, അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് പൊതുസമൂഹത്തിൽ എത്രമാത്രം പിന്തുണയുണ്ട് എന്നതൊക്കെ വ്യക്തമായതിനു ശേഷമേ നിലനിൽപ്പിന്റെ അടുത്തൊരു ഘട്ടം ഏത് തരത്തിലാണെന്ന് പറയാനാകും. നിലവിൽ അൻവർ നമുക്കറിയാം, കോൺഗ്രസിലെ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം DAC-യിൽ പോയിട്ട് അതിനുശേഷമാണ് ഇടതുപക്ഷത്തേക്ക് ചായുന്നത്. അപ്പോൾ മുൻപുണ്ടായിരുന്ന സംവിധാനങ്ങൾ അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അദ്ദേഹത്തിന് ഒരുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സമാന ഹൃദയമുള്ള, സമാന ചിന്താഗതിയുള്ള, ഇടതുപക്ഷ സമീപനമുള്ള, എന്നാൽ വലതുപക്ഷത്ത് നിന്ന് പ്രവർത്തന പരിചയമുള്ള ആളുകളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അൻവർ നടത്താനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ പല നേതാക്കളും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അൻവറിന്റെ കൂടെയുണ്ട്. അപ്പോൾ പാർട്ടി രൂപീകരിക്കുമോ അതോ ഒരു സംവിധാനം രൂപീകരിച്ച് മലപ്പുറം ജില്ലയിൽ സാധ്യമായിടങ്ങളിൽ കരുത്തു തെളിയിച്ച് ഇടതിനും വലതിനും ഒരുപോലെ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം തീർക്കുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്താണെങ്കിലും നിലവിൽ ഒറ്റയടിക്ക് അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരുവാൻ കോൺഗ്രസിനും ലീഗിനും താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത്രയും വർഷം മറുവശത്തു നിന്ന് ഏറ്റവും അധികം UDF-നെ വിമർശിക്കുകയും അപഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആരോപണങ്ങളിൽ മുൾമുനയിൽ നിർത്തുകയൊക്കെ ചെയ്തിരിക്കുന്ന അൻവറാണ്. അതേ അൻവറാണ് ഇപ്പോൾ ഒരു മാസം കൊണ്ട് അതുവരെ പിതൃതുല്യനായിരുന്ന മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് വിശ്വാസ്യതയാണ് അൻവറിന്റെ നയങ്ങൾക്കും ഈ സമീപനങ്ങൾക്കും ഉള്ളതെന്ന ചോദ്യമാണ് കോൺഗ്രസും ലീഗും ഒക്കെ ഉയർത്തുന്നത്, നേതാക്കൾ ഉയർത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ വിശ്വാസ്യത ഇല്ലാത്ത ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്നാൽ അത് മുന്നണിയെ ബാധിക്കുന്ന കാര്യമാകും, അതുവരെയുള്ള പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ബാധിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ആലോചിച്ച് മതി ഈ ഒരു കാര്യത്തിൽ തീരുമാനം എന്നുള്ളത് തന്നെയാണ് UDF-ന്റെ നിലപാടുള്ളത്. പക്ഷേ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് പൊതുസമൂഹത്തിൽ കൂടുതൽ ചർച്ച ചെയ്ത് അത് LDF-നെ പ്രതിസന്ധിയിലാക്കുന്ന, അല്ലെങ്കിൽ LDF-നെ വരും ദിവസങ്ങളിൽ സഭയൊക്കെ ചേരാൻ പോകുമ്പോൾ അവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കും തള്ളിവിടുന്നു ഒരു സാഹചര്യം UDF ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. നിലവിൽ അൻവർ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും, പക്ഷേ കരുത്തനായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അത് സമയമുണ്ട്, ആ സമയം കൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമാവുന്ന ഒരു സാഹചര്യം തീർക്കാനുമായിരിക്കും അൻവറിന്റെ ശ്രമം. തീർച്ചയായും. CB അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെയുള്ള വിമർശനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസുമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു PV അൻവറിന്റെ വാർത്താ സമ്മേളനം. റിയാസിന്റെ വളർച്ചയിൽ അതൃപ്തിയുള്ള വലിയൊരു വിഭാഗം CPM നേതാക്കളുടെ ശബ്ദമാണ് അൻവറിലൂടെ കേട്ടതെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയെ ഈ വിധം വിമർശിച്ച അൻവറിനെ പരോക്ഷമായി പോലും പിന്തുണയ്ക്കാൻ CPM-ൽ ആർക്കും ധൈര്യമുണ്ടാകില്ല. ആദ്യം അജിത് കുമാർ, പിന്നെ P ശശി. ഇവരിലൂടെ അൻവർ ലക്ഷ്യമിട്ടത് മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നു.
അത് തുറന്നു പറയുകയായിരുന്നു നിലമ്പൂരിൽ അൻവർ. മുഹമ്മദ് റിയാസിനോടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമിത വാത്സല്യവും പാർട്ടിയിൽ റിയാസിന്റെ അതിവേഗ വളർച്ചയും വലിയ അമർഷമാണ് ഒരു വിഭാഗം CPM നേതാക്കളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ വികാരം പ്രതിഫലിപ്പിക്കുകയായിരുന്നു PV അൻവർ. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിന്റെ ബാക്കി ജോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിന്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ, മതിയോ? അവര് തീരുമാനിക്കണം. ഇതൊരു പ്രധാന വിഷയമാണ്. റിയാസ് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗം കൂടിയായതോടെ പിണറായിയോട് ചേർന്ന് നിന്ന പ്രധാന നേതാക്കളൊക്കെ അകന്നു. പലർക്കും മുഖ്യമന്ത്രി അപ്രാപ്യനായി മാറിയെന്ന പരിഭവവും ഉണ്ട്. നേർക്ക് നേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെയായിരിക്കും. പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആ നേതാവിനോട് പറഞ്ഞെന്താണ് നിങ്ങൾ? നമ്മളോടൊന്നും ഇപ്പം സംസാരിക്കലില്ല, നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫീൽഡിൽ ഒരു പൊളിറ്റീഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നതായിട്ട് അദ്ദേഹത്തെ അടുത്ത ബന്ധമുള്ള ആള്. അപ്പം അദ്ദേഹത്തിന് എന്താ കേൾക്കുന്നത്, എന്താ അദ്ദേഹം അറിയുന്നത്? ഈ പറയുന്ന ഈ അജിത് കുമാറും വാറോല സംഘവും ഈ P ശശിയും മാത്രം മതി. അൻവറിന് ധൈര്യവും പിന്തുണയും നൽകി മുഖ്യമന്ത്രിക്കെതിരെ ഇറക്കിവിട്ടത് CPMലെ ഒരു പ്രബല വിഭാഗമാണെന്ന് പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുണ്ട്. റിയാസിനെ മാത്രം വിശ്വസിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മുന്നോട്ടുപോക്കാണ് ഇവരെ ആശങ്കയിലാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലൂടെ അൻവറിനെ തള്ളിപ്പറഞ്ഞതോടെ ഇക്കൂട്ടർ മാളത്തിലൊളിച്ചു. ഇപ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും തള്ളിപ്പറഞ്ഞ അൻവർ പുറത്തേക്ക് പോകുന്നതോടെ CPMലെ പിണറായി വിരുദ്ധ നീക്കങ്ങളുടെ വേഗവും മൂർച്ചയും കുറയും. മനസ്സുകൊണ്ട് അൻവറിനെ പിന്തുണയ്ക്കുന്നവർ പോലും കൂടുതൽ നിശബ്ദരാകും. പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും P ശശിയെയും ഒക്കെ വിമർശിച്ചപ്പോഴും MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളോടുള്ള അനുഭാവവും അൻവർ മറച്ചുവെച്ചില്ല. CPM പ്രവർത്തകരുടെയും അണികളുടെയും പിന്തുണ നഷ്ടപ്പെടാതിരിക്കാൻ അൻവർ ശ്രദ്ധിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. പാടില്ല. വാർത്തകളിലേക്ക്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ പോയ സിദ്ദിഖിനായി അന്വേഷണം തുടർന്ന് പോലീസ്. മുൻകൂർ ജാമ്യത്തിനായി സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കണം എന്നാണ് ആവശ്യം. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, എങ്ങനെ പുരോഗമിക്കുന്നു സിദ്ദിഖിനായുള്ള തെരച്ചിൽ? ആര്യ, ഈ സുപ്രീം കോടതിയിൽ ഇന്നലെയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതിന്റെ വിധി കൂടി വന്നതിന് ശേഷം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ മതിയാകില്ല എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ SIT സംഘമുള്ളത്. എന്തായാലും പോലീസ് പറയുന്നത് ഇപ്പോഴും സിദ്ദിഖിനായുള്ള തിരച്ചിലാണ്. പക്ഷെ സിദ്ദിഖ് എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള മ്യൂസിയം പോലീസ്, അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം മ്യൂസിയത്താണ്. മ്യൂസിയം പോലീസ് കൊച്ചിയിൽ തന്നെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. പക്ഷെ അവരിപ്പോഴും കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണുള്ള വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട വിധത്തിലുള്ളൊരു ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇതിന് മുൻപ് തന്നെ ഉയർന്നിരുന്നു. കാരണം സിദ്ദിഖിനെ പോലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് കേരള പോലീസിന് പിടികൂടാൻ കഴിയാത്തത്? അതോ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്ന ഒരു നടപടിയല്ലേ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് സിദ്ദിഖിനെ കണ്ടെത്താനുള്ള ഊർജിതമായുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ്. പക്ഷേ 4 ദിവസമായിട്ടും സിദ്ദിഖ് എവിടെ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടുകൂടി സിദ്ദിഖിന്റെ ഫോൺ ഓൺ ആകുകയും അരമണിക്കൂറോളം അത് ബിസി കാണിക്കുകയും ചെയ്തു. പക്ഷെ അതെല്ലാം മലയാളത്തിലായിരുന്നു, മറ്റൊരു കോളിലാണെന്നൊക്കെ പറയുന്നത്. അതിനർത്ഥം സിദ്ദിഖിന്റെ ഫോൺ കേരളത്തിൽ തന്നെയുണ്ട്. ചിലപ്പോൾ ഫോൺ മാത്രം ഇവിടെ ഉപേക്ഷിച്ച് കേരളത്തിന് പുറത്തേക്ക് കടന്നതാകാം. അല്ല എന്നുണ്ടെങ്കിൽ സിദ്ദിഖിന്റെ കയ്യിൽ ഫോണുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ തന്നെ സിദ്ദിഖ് ഉണ്ടെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പക്ഷെ അതിന്റെ റേഞ്ച് പോലും പരിശോധിച്ച്, അല്ലെങ്കിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി അതിന്റെ ഒരു പരിധി ഏത് പരിധിയിലാണെന്ന് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘം ഇതുവരെയും
തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതാണ് സാഹചര്യം. നവമി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തൃശൂരിൽ വൻ ATM കവർച്ച. 3 ATM സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം കൊള്ളയടിച്ചു. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. നവമി ദിനേശ് അല്ല, രാജു ഗുരുവായൂരാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. രാജു, വിശദാംശങ്ങൾ. ആര്യ, ഇന്ന് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നത്. തൃശൂർ ജില്ലയിലെ 3 ഇടങ്ങളിലായി 3 ATM സെന്ററുകളിലാണ് മോഷണം നടത്തിയത്. മാപ്രാണം, കോലടി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നാണ് കൊള്ള നടന്നത്. 3 ATMകളിൽ നിന്നും 65 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുഖംമൂടി ധരിച്ചെത്തിയ 4 അംഗ സംഘം ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചാണ് കൊള്ള നടത്തിയത്. CCTVകൾ കറുത്ത പെയിന്റ് സ്പ്രേ ചെയ്ത ശേഷം അതുകൊണ്ട് അടിച്ച് മറച്ച ശേഷമാണ് കവർച്ച നടത്തിയത്. വെറും 10 മിനിറ്റ് കൊണ്ട് ഇവർ കൊള്ള നടത്തി സ്ഥലം വിട്ടു എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ നിന്നും പ്രൊഫഷണൽ ക്രിമിനൽസ് ആണ് ഇതിന് പിന്നിൽ എന്നാണ് പോലീസ് നിഗമനം. മോഷ്ടാക്കളെ കണ്ടെത്താൻ സമീപ ജില്ലകളിലേക്കും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റു CCTVയിൽ നിന്നുമാണ് വാഹനത്തിന്റെ ചിത്രങ്ങൾ ലഭിച്ചിട്ടുള്ളത്. വെള്ള നിറത്തിലുള്ള ഇന്നോവ ക്രിസ്റ്റ കാറിലാണ് മോഷ്ടാക്കൾ എത്തിയിട്ടുള്ളത്. ഇതിന്റെ നമ്പർ അടക്കം ലഭിച്ചുവെങ്കിലും നമ്പർ വ്യാജമായിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതിൽ പുറപ്പെട്ട് വാഹനം മാറി മാറി മോഷ്ടാക്കൾ മറ്റു ജില്ലയിലേക്ക് തന്നെ അല്ലെങ്കിൽ സംസ്ഥാനം തന്നെ കടന്നിട്ടുണ്ടോ എന്നും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ ദേശീയപാതയിൽ 3 കാറുകളിലായി എത്തിയ സംഘം 2.5 കിലോ സ്വർണം കവർച്ച നടത്തിയിട്ട് മോഷ്ടാക്കളെ കുറിച്ച് ഒരു സൂചന പോലും പോലീസിനെ ഇപ്പോൾ കണ്ടെത്താനായിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വൻ കവർച്ച കൂടെ തൃശ്ശൂരിൽ നടക്കുന്നത്. ആര്യ, തീർച്ചയായും രാജു ഗുരുവായൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വൻ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ഇസ്രയേൽ കരയുദ്ധത്തിന് തയ്യാറാകുന്നതോടെ കടുത്ത ആശങ്കയിൽ ലെബനനിലെ ജനങ്ങൾ. 3 ദിവസമായി ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ മരണം 800 പിന്നിട്ടു. അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് കൂടി തയ്യാറാവണമെന്ന് സൈനികരോട് ഇസ്രയേൽ സൈനിക മേധാവി ഹെർസി ഹലേവി ആവശ്യപ്പെട്ടു. ലെബനനിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലെബനനിലേക്ക് യാത്ര ചെയ്യരുതെന്നും ലെബനനിൽ ഉള്ളവർ ഉടൻ തന്നെ രാജ്യം വിടണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. 70ാമത് നെഹ്റു ട്രോഫി ജലമേള നാളെ പുന്നമടക്കായലിൽ നടക്കും. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ജലമേളയിൽ ഇത്തവണ മത്സരിക്കുക. ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച ജലമേള വള്ളംകളി പ്രേമികളുടെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വീണ്ടും നടത്താനായി തീരുമാനിച്ചത്. ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് സാധാരണ വള്ളംകളി. 1 മാസം പിന്നിട്ട് ജലമാമാങ്കം അരങ്ങേറുമ്പോൾ ആവേശം ഒട്ടും ചോരാതെ സംഘടിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ 19 വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ഇരട്ടുകുത്തി, വെപ്പ, തെക്കനോടി എന്നിവയുടെ വിവിധ വിഭാഗങ്ങളിലായി 55 ചെറുവള്ളങ്ങളും ആവേശപ്പോരിനിറങ്ങും. തീയതിയിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ കുറവുണ്ടായതായാണ് സൂചന. നമ്മളെ ടിക്കറ്റിന്റെ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് 5 ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയും അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡ, SBI എന്നീ ബാങ്കുകളുടെ ഓൺലൈൻ ടിക്കറ്റും വിൽപ്പന പുരോഗമിക്കുന്നു. 9 വിഭാഗങ്ങളിലായിട്ട് 74 വള്ളങ്ങളാണ് പ്രാവശ്യം പങ്കെടുക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഭാഗത്തിൽ 19 വള്ളങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലമേള ഉദ്ഘാടനം ചെയ്യാനായി എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് 2 മണിയോടടുത്താണ് ഉദ്ഘാടന സമ്മേളനം. ചെറുവള്ളങ്ങളുടെ മത്സരം രാവിലെ 11-നാണ് തുടങ്ങുക. 1800ഓളം പോലീസുകാരെയാണ് മേളയുടെ സുരക്ഷ ഒരുക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം.